യുവജനോത്സവങ്ങളും ബാലകലോത്സവങ്ങളും എല്ലാം പ്രഹസനങ്ങളായി മാറുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. കഴിഞ്ഞ സംസ്ഥാന ബാലകലോത്സവത്തിൽ നിരവധി സമ്മാനങ്ങൾ വാങ്ങിയ ഒരു കുട്ടിയെ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പരിചയപ്പെടുത്തുകയാണ്. ഇതാ വേദിയിലേക്ക് ആ കുട്ടി കടന്നു വരികയാണ്. ഇതാ മോള്, എന്റെ മോളാ. നിങ്ങളെ മോളാ ഇത്? പിന്നെ എന്റെ മോളുടെ ഒരു കാര്യങ്ങൾ ഞാൻ പ്രത്യേകമായിട്ട് പറഞ്ഞുതരാം. എന്താണ്? കഴിഞ്ഞ സ്കൂൾ യുവജനോത്സവത്തിലൊക്കെ ഫസ്റ്റ് കിട്ടി എന്ന് പറഞ്ഞില്ലേ? കഴിഞ്ഞ സംസ്ഥാന അവള് ഭരതനാട്യം, ഭരതനാട്യം, മോഹിനിയാട്ടം, കുച്ചിപ്പുടി, നാടകം, മിമിക്രി പ്രത്യേകതയുണ്ട്. മിമിക്രി പഠിപ്പിച്ചത് ഞാനാ. നിങ്ങളാണ്. അച്ഛനും കൊടുക്കല്ല, അച്ഛനുണ്ടാവില്ല കേട്ടാ, അമ്മ കൊടുക്കരുത്. ഇതിലെല്ലാം ഫസ്റ്റാണ്. പക്ഷെ മിമിക്രി പഠിപ്പിച്ച് ഞാനായതുകൊണ്ട് ഞാൻ ഇവിടെ എല്ലാവരുടെയും മുന്നിൽ ഒരു മിമിക്രി ചെയ്തു. മോഹൻലാൽ വേണ്ട. എന്നാ ഞാനൊരു പണി ചെയ്യാം. മമ്മൂട്ടി വേണ്ട, മമ്മൂട്ടി തീരെ വേണ്ട. വേണ്ടല്ലേ? എന്നാ അച്ഛൻ്റെ മോളെ, അച്ഛൻ പോട്ടെ. മോളിങ് പോയി. ഇതെന്തൊരു മോളായത്! നല്ല 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 സ്വർണ്ണക്കട്ടൻ്റെ തൊട്ടുള്ള മോള്. നല്ല ചിരിയലാണല്ലോ. 10-50 ട്യൂബിലായിട്ട് കല്യാണ വീട്ടിലെല്ലാം കത്തിച്ച് വെച്ചിട്ടാ മോളെ ചിരിക്കുന്നത്. ഇതെന്തൊരു ചിരിയാ! നല്ല കുപ്പായം, കകുമ്പട പോലെയുള്ള കുപ്പായം. അതൊക്കെ പോട്ടെ, മോളെ പേരെന്താ? എൻ്റെ അമ്മേ, അത് ലോക സുന്ദരിന്റെ പേരല്ലേ? ഇന്നെ കണ്ണിലെ ഫറൂഖ് കോട്ട് കമ്പനി എടുത്തിട്ടുണ്ടോ? കരിയോ ഓട് പോലെ ഉണ്ടല്ലോ. ഇനി വായിക്കയിടില്ല. എന്താ കുട്ടിക്ക് എന്തിനൊക്കെയാ സമ്മാനങ്ങളൊക്കെ കിട്ടിയത്? മാപ്പിള ടേപ്പിന് ഫസ്റ്റ് കിട്ടിയിട്ടുണ്ട്. മാപ്പിള ടേപ്പല്ല, മാപ്പിള പാട്ട്. മാപ്പിള പാട്ടിന് ഫസ്റ്റ് മോക്ക് കിട്ടി. സെക്കൻഡ് കിട്ടിയിട്ടുണ്ട്. അത് ശരി. പിന്നെ എന്തിനാ കിട്ടിയേ? മുക്രിയോ? മിമിക്രിക്ക് എന്തൊക്കെ കിട്ടി? മിമിക്രിക്ക് എന്തൊക്കെ കിട്ടി? ഫസ്റ്റ് സെക്കൻഡ് തേർഡും എല്ലാം മോക്ക് തന്നെയാ കിട്ടിയല്ലേ? ആർക്കും വിട്ടു കൊടുക്കൂല, ആരും ഉണ്ടാവൂല. ഈ ഫസ്റ്റ് കിട്ടിയതിന് ആരായിരുന്നു ജഡ്ജി? മോള അച്ഛനാ ഫസ്റ്റ് കിട്ടിയന്. അത് ശരി. സെക്കൻഡ് കിട്ടിയനോ? സെക്കൻഡ് കിട്ടിയനും മാമൻ. പിന്നെ തേർഡ് കിട്ടിയനോ? മതി മോളെ. കർക്കിടത്തിൽ മഴ പെയ്തിട്ട് ചോരാൻ തന്നോട്ട് അത്രയും നാട്ടുകാർ ജഡ്ജ്മെന്റാ. നാട്ടുകാർ കംപ്ലീറ്റ് മോളെ പരിപാടിക്ക് ജഡ്ജാ ഇല്ലേ? അത് ശരി. നല്ല ആക്കെ പോട്ടെ. മോള് നല്ല രസമുണ്ടെല്ലാം കാണുവാൻ, നല്ല ഭംഗി. ഞാൻ വന്ന പാടെ ശ്രദ്ധിക്കുന്നുണ്ട്. അതെങ്ങനെയാ മോക്ക് ഇത്രയും നല്ല നിറം കിട്ടിയത്? നല്ല നിറ. മോള് നല്ല നിറാണ്. അമ്മ കുങ്കുമപ്പൂ തന്നിക്ക് അമ്മ കരിവായിൽ മുക്കി കുടിച്ചിട്ടുണ്ടാവും, അല്ലാണ്ട് കുങ്കുമപ്പൂ അല്ല. മോക്ക് നല്ല ഇതായിട്ടുണ്ട് കേട്ടോ, നല്ല സുഖമുണ്ട്. മോക്ക് പാട്ട് പാടിയാ? മോക്ക് ഫസ്റ്റ് കിട്ടിയ പാട്ടൊന്ന് പാടിയാ? അതാ മോളെ പാട് മോളെ, പാടടി മോളെ, പാടടി പാടടി. എന്നെ കൊണ്ട് ഞാൻ പാടിച്ചിട്ടേ വിടുള്ളൂ. പാടടി. നിന്റെ അമ്മേന്റെ ഇളയമ്മേന്റെ മോളെ കല്യാണം പറഞ്ഞ എന്നോട് ചേലക്കണ്ടേ ഫസ്റ്റ് കിട്ടിയ പാട്ടൊന്ന് പാടിയോട്. മുട്ടിയിട്ടല്ലെങ്കിൽ പോന്നാ പോരായിരുന്നോ? തബല മുട്ടണോ അല്ലേ? തബല മുട്ടുന്ന ഒരാൾ നമ്മളെ കൂട്ടത്തിലുണ്ട്. തബല മുട്ടുന്ന ആളൊന്നും ഇങ്ങോട്ട് വാ. തബല മുട്ടുന്ന ആള് എല്ലാം മോനെ. ഇത് വയനാട്ടിന്റെ ഉൾക്കാടുന്ന് പിടിച്ച ഒരു മുള്ളം പന്നീന്റെ കുട്ടിയാണ്. മൂപ്പറ നോക്ക്, മൂപ്പറ മീശ നോക്ക്, നല്ല കക്കൂസിൽ വെച്ച വൃക്ഷ മാതിരി ഉണ്ട്. പാടിക്കാം. പാട്ട് ഫസ്റ്റ് കിട്ടിയ പാട്ട് അയാൾ നല്ല മുട്ടുകാരനാണ്. ഫസ്റ്റ് കിട്ടിയ പാട്ട് മാപ്പിള ടേപ്പല്ല, പാട്ട് പാടിക്കും. ശരിക്കും മുട്ടിക്കോ. എന്താക്കിയതാ? സ്വരോപ്പിച്ചതാ. സ്വരെങ്ങനെയാ ഒപ്പിക്കല്? പാടിക്കോ. പാടിക്കോ.
രണ്ടാം ഉപ്പി അല്ലേ? ഒന്നാമത്തെ ഇല്ല. എങ്ങനെ വരുവനാ? വരൂല്ല. മെന്നാന്ന് മോദിക്ക് തീരെ വരുവല്ല. ഉമ്മാന്റെ മോന്ത കുത്തിക്ക, എന്റെ മോന്ത കുത്തിയല്ലേ ചായട്ടി പല്യം കഴിച്ചാളി എല്ലാ റോട്ടല്ല ഞാൻ. ഇതെന്താ കരാട്ടെ അടിച്ച് കാറാട്ട, ബ്ലാക്ക് ബെൽറ്റ്. ഇവക്ക് ഒന്നാം സമ്മാനം. ഇവൾ സർവ്വ ലോക കലാകാരിയാണ്, സർവ്വ കലാഭല്ലവിയാണ് ഇവള്. ഇവളെ പോലത്തെ കലാകാരി ആരാളുള്ള ലോകത്ത്? ആരുമില്ല. വേറെന്താ അറിയാ? വേറെ എല്ലാം അറിയാം. നിങ്ങൾ എന്താ അടുത്ത് മിമിക്രി കളിക്കും? മിമിക്രി സെക്കൻഡ് ഇനിന് കിട്ടി. ഇത് മാപ്പിളപ്പാട്ടിന്. മാപ്പിളപ്പാട്ട്. ആ പാട്ടൊന്ന് പാടി. ആർക്കും വിട്ടു കൊടുക്കാൻ. സെക്കൻഡിന്റെ പാട്ടൊന്ന് പാടി. നിർത്തടി, നിർത്തടി. പശു പിണ്ണാക്കിട്ടിട്ട് കരയാൻ പോയില്ല. കരയുന്ന കുരിപ്പ്. ഇതെന്തൊരു കരച്ചിലായി കരയുന്നത്? മതി, ഇനി മിമിക്രി കഴിച്ചാ മതി. മിമിക്രി ആരൊക്കെ ശബ്ദം എടുക്കൂ? മോഹൻലാൽ. മോഹൻലാലിന്റെ ശബ്ദം എടുക്കും. മോഹൻലാലിന്റെ ശബ്ദം ആക്ഷനും എടുക്കും. ആക്ഷനും എടുക്കും. പോരട്ടെ? മോഹൻലാലിന്റെ ശബ്ദം പോരട്ടെ? മോഹൻലാലിന്റെ ശബ്ദം പോരട്ടെ? ആഹാ, കറക്റ്റ്. മോഹൻലാലിന്റെ അമ്മേന്റെ ഇളയമ്മേന്റെ മരുവലോട്ടുണ്ട്. പോരട്ടെ? ആഹാ, യാ, ഇത് പുലിമുരുകന്റെ പുലിമുരുക്. ആ, പുലിയെ കൊല്ലണം. നിർത്തി. പുലിയെ കൊല്ലുന്നു. എന്റെ കുടുംബത്തോടെ ഞാൻ കത്തിച്ചാല്. ആ, മോഹൻലാലിന്റെ ഇനി ചെറുപ്പകാലത്തിൽ എടുക്കട്ടെ കേട്ടാ. എടുക്കട്ടെ. ഇനി ഏതാ ശബ്ദം എടുക്കുക? എന്റെ ശബ്ദം എടുക്കും. നല്ല കുട്ടികൾ പെട്ടെന്ന് പഠിക്കണ്ട. എന്റെ ശബ്ദം എടുക്കും. അയാളെ ശബ്ദം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിനുശേഷം എന്റെ ശബ്ദം അയാളെ ശബ്ദം കേട്ടെ. എന്റെ ശബ്ദം ഇതെന്റെ ശബ്ദമല്ല. ഇന്നെ നേരത്തെ ഇവിടെ ഒരാൾ കൊണ്ടാക്കി പോയിക്കില്ല. എന്റെ അച്ഛൻ അയാളെ ശബ്ദം ഇത് കേട്ടോ. എന്റെ ശബ്ദം ഇങ്ങനെയല്ല. ആ, അടുത്ത എന്താണ്? റോക്കറ്റ് വിഷയം വേണം. അതെങ്കിലും മര്യാദക്ക് വിടണം കേട്ടോ. റോക്കറ്റ് വിട്ടാ ആ, തുമ്പ റോക്കറ്റ് റോക്കറ്റ് വിടാറുണ്ട്. മേലോട്ട് പോവാറുണ്ട്. മേലോട്ട് റോക്കറ്റ് വിടുമ്പോ താഴോട്ടുണ്ട്. റോക്കറ്റ് വിട്ടോ? 1 4 3 2 1 0. അതെന്താക്കിയതായി? ആ, ശരി. ഞാൻ വിചാരിച്ചു നീ നെൽച്ചക്രത്തിന് തീ കൊടുത്തതാണ്. അതാ കൊടുക്ക്. വിട്ടോ. ചന്ദ്രനിൽ കുത്തി ചൊവ്വയിലേക്ക് പോന്നാ. മറ്റേതാ ശരി. എന്റെ പടച്ചോനെ, ഇതെങ്ങനെ എടുത്തു? ഗംഭീരായിട്ടുണ്ട് കേട്ടോ. നല്ല ഗംഭീരായിട്ടുണ്ട്. അടുത്ത എന്താ മോള് ചെയ്യാൻ പോകുന്നത്? ആ, പാട്ട് പാടുന്ന രണ്ട് പൂച്ചകൾ. പാട്ട് പാടുന്ന ആ, ഓ ലൈല എന്ന് പാടുന്ന പൂച്ചകൾ ഇല്ലേ? ഓക്കെ. ലാസ്റ്റ് മുക്കാബില. ആഹാ, നല്ല പൂച്ച. രാത്രി ഇറങ്ങുന്ന കണ്ട പൂച്ച തന്നെ. കറക്റ്റ് പൂച്ചയാണ് ഇനി. ആ, പാരമ്പര്യമായിട്ട് പൂച്ചക്കാരാൻ തോന്നുന്നു. ഇതിനെങ്ങനെയാണ് കൂട്ടച്ചാ കൊണ്ടേക്കോ.
മോളച്ചാ